ഹലോ! നിത്ര ടോക്സ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും വലിയൊരു സ്വാഗതം. കാറ്റത്ത് കിളിക്കൂടിൻ്റെ പുതിയ വിശേഷം കണ്ടാലോ? ഇങ്ങനെ നമ്മളെ സുനന്ദയും നിധിയും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. സുനന്ദ വീണ്ടും സുഭാഷേട്ടനെ കാണാനായിട്ട് ഇങ്ങോട്ട് വന്നു. സുനന്ദ ഒരുപാട് സങ്കടങ്ങളൊക്കെ പറയുന്നുണ്ട്. താൻ കാരണം സുഭാഷേട്ടനും അനിയന്മാരൊക്കെ സ്റ്റേഷനിൽ കയറിയതും അതിൻ്റെ പശ്ചാത്താപം ഒക്കെ അറിയിക്കുന്നുണ്ട്. പക്ഷെ നിധി അതിനെയൊക്കെ എതിർത്തുകൊണ്ട് സംസാരിക്കുന്നുണ്ട്. നീ കാരണമാണ് എല്ലാം ഉണ്ടായത്. പക്ഷെ അവളും സുനന്ദയുടെ ഭാഗം നിന്നുകൊണ്ടും പറയുന്നുണ്ട്, നിനക്ക് അതിനുള്ള വോയിസ് ഇല്ലാത്തതുകൊണ്ടാണ്. പക്ഷെ നീ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നീ ഒരിക്കലും ഇങ്ങോട്ട് വരാൻ പാടില്ലായിരുന്നു. സുനന്ദയ്ക്ക് സുഭാഷേട്ടനെ ഭയങ്കര ഇഷ്ടമാണ്. സുഭാഷേട്ടനെ മറക്കാൻ പറ്റില്ല എന്നൊക്കെയാണ് സുനന്ദ പറയുന്നത്. അവൾക്ക് വേറെ കല്യാണം ആലോചിക്കുന്നുണ്ട്. പക്ഷേ സുഭാഷേട്ടൻ ഇല്ലാതെ പറ്റില്ല എന്നൊക്കെ പറയുന്നുണ്ട്. സുഭാഷേട്ടനെ മറക്കാൻ നിനക്ക് പറ്റില്ല എന്നുണ്ടെങ്കിൽ നീ നിന്റെ വീട്ടുകാരെ എതിർക്കണം. അല്ലെങ്കിൽ നീ സുഭാഷേട്ടനെ മറക്കണം. നീ നിന്റെ വീട്ടുകാർ പറഞ്ഞ ബന്ധത്തിന് തയ്യാറാവണമെന്ന് നമ്മളെ നിധി പറയാം. സുഭാഷേട്ടനെ മറക്കാനും പറ്റുന്നില്ല, വീട്ടുകാരെ എതിർക്കാനും പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ ശരിയാവില്ല. നീ എന്തെങ്കിലും ഒരു തീരുമാനം, ഉറച്ചൊരു തീരുമാനം എത്രയും പെട്ടെന്ന് എടുക്കണമെന്ന് സുനന്ദയോട് നിധി പറയാന്ന്. അപ്പോൾ അപ്പുറത്ത് നിന്നിട്ട് നമ്മുടെ സുധീഷ് ഇതെല്ലാം കേൾക്കുന്നുണ്ട്. നിധിയുടെ ഈ ഒരു മെച്യൂരിറ്റി ഉള്ള ഈ സംസാരം കേട്ടിട്ട് സുധീഷ് മനസ്സിൽ വിചാരിക്കണം, ഈ സംസാരത്തിനൊക്കെ എന്തൊരു ക്ലാരിറ്റി, ഇവളെ ഞാൻ എങ്ങനെ എൻ്റെ വലയിൽ വീഴ്ത്തും, ഈ വീടിനോട് ഇത്രയും ഇഷ്ടമുള്ള ഇവളെ ഞാൻ എങ്ങനെ വിട്ടുകൊടുക്കും, ഇവളെ ഞാൻ ഒരു കാലത്തും വിട്ടുകൊടുക്കൂല എന്നൊക്കെ നമ്മൾ സുധീഷ് ഇങ്ങനെ മനസ്സിൽ പറയാണ്. അങ്ങനെ നമ്മളെ സുനന്ദ, ഞാൻ ഇങ്ങോട്ട് വരാൻ പാടില്ലായിരുന്നു, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് സങ്കടങ്ങളൊക്കെ പറഞ്ഞ് കരഞ്ഞുകൊണ്ട് അവിടുന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങി പോവുകയാണ്. നമ്മളെ സുധീഷാണെങ്കിൽ ഈ ഡിവോഴ്സ് എങ്ങനെയെങ്കിലും ഒഴിവാക്കാൻ വേണ്ടിയിട്ട് വിവാഹം നടത്തിക്കൊടുത്ത ആ പോലീസുകാരനെയൊക്കെ നേരിൽ കണ്ട് സംസാരിക്കുന്നുണ്ട്. അയാളോട് കുറച്ച് കള്ളത്തരമൊക്കെ കൂട്ടി പറയുന്നുണ്ട്. സാറ് നിധിയുടെ വീട്ടിൽ നിന്ന് അവരുടെ അമ്മയും ഏട്ടത്തിയൊക്കെ ഇങ്ങനെ മാറി മാറി വിളിച്ചുകൊണ്ട് നിധിയെ ഇങ്ങനെ ബ്രെയിൻ വാഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവൾ അതിൽ വീഴാണ്. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇത് തന്നെയാണ് പണി. അങ്ങനെ അവളിപ്പോൾ എന്നോട് കെട്ടിപ്പിടിച്ച് കരഞ്ഞുകൊണ്ട് ഡൈവോഴ്സ് വേണമെന്ന് പറയാണ്. അവൾ എന്നെ കെട്ടിപ്പിടിച്ചിട്ടാണ് പറഞ്ഞത്. അപ്പോൾ അവൾക്ക് എന്നോട് എത്രത്തോളം സ്നേഹമുണ്ട്. വീട്ടുകാർ ബ്രെയിൻ വാഷിൽ വീണ് പോയതാണ്. സാറേ, അവൾ എന്നെ സ്നേഹിക്കുന്നുണ്ട്, ഞാൻ അവളെയും സ്നേഹിക്കുന്നുണ്ട്. അപ്പോൾ സാറ് അവളെ ഒന്ന് വിളിച്ച് പറയണം, ഇത് ഡിവോഴ്സ് ആവാൻ പറ്റില്ല, ഇത് പോലീസ് സ്റ്റേഷനിൽ നിന്ന് നടത്തിയ വിവാഹമായതുകൊണ്ട് പറ്റില്ല എന്ന് പറയണമെന്ന് പറയും. അപ്പോൾ പോലീസുകാരൻ പറയും, അങ്ങനെ ഒരു നിയമം ഇല്ലല്ലോ പറയാൻ. അപ്പോൾ പറയും, സാറ് ഈ അനിയന് വേണ്ടിയിട്ട് നിയമം വിട്ടൊന്ന് സഞ്ചരിക്കുന്നൊക്കെ നമ്മളെ സുധീഷ് ഇങ്ങനെ പറയാണ്. കാരണം സുധീഷിനെ സംബന്ധിച്ച് നിധിയുമായിട്ടുള്ള ഡിവോഴ്സ് അയാൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ്. പക്ഷെ നിധിക്കാണെങ്കിൽ അങ്ങനെയല്ല. അവളുടെ ഭാവി ജീവിതത്തെ ആലോചിച്ച് അവൾ പ്രാക്ടിക്കലായിട്ട് ചിന്തിച്ചിട്ടാണ് കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. സുധീഷാണെങ്കിൽ പോലീസുകാരനോട്, ഞാൻ പറഞ്ഞിട്ടാണ് നിധിയെ വിളിക്കുന്നതെന്ന് പറയരുത്. അപ്പോൾ പോലീസുകാരൻ ചോദിക്കുന്നുണ്ട്, പിന്നെ എന്ത് പറയണം, അത് വക്കീൽ പറഞ്ഞിട്ടാണെന്ന് പറഞ്ഞാൽ മതി. ഏത് വക്കീൽ? അങ്ങനെയൊന്നും പറയില്ല എന്ന് ആ കുട്ടിക്ക് അറിയില്ലേ, പിന്നെ എന്തിനാ അങ്ങനെ പറയുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. അതൊക്കെ ഞാൻ അവളെ പറഞ്ഞ് വിശ്വസിപ്പിച്ചോളാം. അവൾ വക്കീലിനെ വിളിച്ചാലോ എന്ന്. ഇല്ല, അവൾ വിളിക്കില്ല, അതൊക്കെ ഞാൻ അവളോട് പറഞ്ഞോളാം. വക്കീലിനെ വിളിച്ചാൽ ആകെ പ്രശ്നമാണ് കേട്ടോ, ഇത് നിയമം വിട്ട കളിയാണെന്നൊക്കെ പോലീസ് പറയുന്നുണ്ട്. പക്ഷേ നമ്മളെ സുധീഷ് ആ പോലീസുകാരനെ വളരെ സംസാരിച്ച് നിർബന്ധിക്കുകയാണ് ചെയ്യുന്നത്. പോലീസുകാരനാണെങ്കിൽ കിട്ടിയ ചാൻസിൽ തൻ്റെ ഭാര്യയുടെ മൊബൈൽ കേടായി കിടക്കുകയാണ്, അപ്പോൾ അത് മേടിച്ചു കൊടുക്കണം, അപ്പോൾ അത് തന്നെ കൊണ്ട് മേടിപ്പിക്കുക, തനിക്കൊരു ഉപകാരം ചെയ്ത സ്ഥിതിക്ക് എന്നുള്ള ഒരു മെൻറ്റാലിറ്റിയിലാണ് വന്നത്. അവസാനം എല്ലാം പറഞ്ഞ് സെറ്റാക്കി നിധിയെ വിളിക്കാമെന്ന് പറഞ്ഞപ്പോൾ, എന്നാൽ രണ്ട് പുറത്തും ക്യാമറയുള്ള ഒരു 5G മൊബൈൽ എൻ്റെ ഭാര്യയ്ക്ക് മേടിച്ചെന്ന് പറഞ്ഞിട്ടാട്ടോ പോകുന്നത്. അത് സുധീഷിനെ സംബന്ധിച്ച് ഭയങ്കര ഒരു തലക്കേട്. ഇനി എങ്ങനെ ഫോൺ വാങ്ങിച്ചു കൊടുക്കുന്നുള്ള ആലോചനയിലാണ് നമ്മൾ സുധീഷ്. എന്നാലും അവൻ്റെ കാര്യം നടന്നല്ലോ എന്നുള്ളൊരു സന്തോഷം ഉണ്ട് ആളെ മുഖത്ത്. ഇവിടെ വീട്ടിലിരുന്ന് നിധിയാണെങ്കിൽ ഭയങ്കര ആലോചനയിലാണ്. ഡിവോഴ്സിന് ID പ്രൂഫ് വേണമെങ്കിൽ വിവാഹത്തിനും ID പ്രൂഫ് വേണമല്ലോ. അപ്പോൾ ID പ്രൂഫ് ഇല്ലാതെ താൻ എങ്ങനെ അന്ന് രജിസ്റ്റർ ചെയ്തു എന്ന് ആലോചിച്ചിട്ട് നിധി വല്ലാണ്ട് തല പുകയ്ക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ അവളെ ഏട്ടത്തിയെ വിളിച്ചു നോക്കുന്നുണ്ട്. എന്നിട്ട് ID പ്രൂഫിൻ്റെ കാര്യം പറയുന്നുണ്ട്. നമുക്ക് പെറ്റീഷൻ കൊടുക്കാൻ പറ്റില്ല ID പ്രൂഫൊന്നും ഇല്ലാതെ, അപ്പോൾ വീട്ടിലൊന്ന് തിരയണം, എന്നിട്ട് എനിക്ക് വാട്സപ്പ് ചെയ്യണം, ഫോണിലേക്ക് അയച്ചു തന്നാൽ മതി എന്നൊക്കെ പറയുന്നുണ്ട്. ഏട്ടത്തിയാണെങ്കിൽ നോക്കട്ടെ, ചെയ്യുക, എത്രയും പെട്ടെന്ന് നീ ഡിവോഴ്സിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുമെന്ന് ഉപദേശിക്കുന്നുമുണ്ട്. അങ്ങനെ നമ്മളെ നിധി ഇങ്ങനെ ആലോചിച്ചിരിക്കുമ്പോഴാണ് സുഭാഷ് ഏട്ടൻ അങ്ങോട്ട് കടന്നു വരുന്നതും, എന്താ ഇങ്ങനെ തനിയെ ആലോചിച്ച് നിൽക്കുന്നു ചോദിക്കുമ്പോൾ ഒന്നുമില്ല എന്ന് പറയുകയാണ് നമ്മളെ നിധി. പിന്നെ സുഭാഷ് ഏട്ടനോട് ചോദിക്കുന്നുണ്ട്, സുഭാഷ് ഏട്ടൻ അവർ വിവാഹം രജിസ്റ്റർ ചെയ്യാൻ എന്തൊക്കെ പ്രൂഫാണ് വേണ്ടതെന്ന് ചോദിക്കുമ്പോൾ സുഭാഷ് ഏട്ടൻ പറയും, അയ്യോ അതിനെക്കുറിച്ച് എനിക്ക് വലിയ പിടിയൊന്നുമില്ല. അല്ല, നിങ്ങളത് രജിസ്റ്റർ മാരേജ് ഇല്ലായിരുന്നു, അപ്പം നിങ്ങൾക്ക് അറിയില്ലെന്ന് ചോദിക്കുന്നുണ്ട്. അല്ല, നിങ്ങളത് കല്യാണമല്ലായിരുന്നു, പക്ഷേ പോലീസ് സ്റ്റേഷനിൽ വെച്ച് കല്യാണം നടത്തിയോണ്ട് അത് രജിസ്റ്റേർഡ് ആയതല്ല, അതുകൊണ്ടാട്ടോ ഞാൻ അങ്ങനെ പറഞ്ഞതെന്ന് സുഭാഷ് ഏട്ടൻ പറയുന്നുണ്ട്.
അപ്പോൾ അത് തന്നെയാണ് തനിക്ക് മനസ്സിലാവാത്തതെന്നാണ് നമ്മളെ നിധി പറയുന്നത്. അവിടെ ഞാനൊന്നും കൊടുത്തതായിട്ട് എനിക്ക് ഓർമ്മയില്ല. അപ്പം സുഭാഷ് ഏട്ടൻ പറയുന്നുണ്ട്, നമ്മളെ വയസ്സും പേരും ഒക്കെ തെളിയിക്കുന്ന എന്തെങ്കിലും അവർ ചോദിക്കുമായിരിക്കുമല്ലോ. അത് തന്നെയാണ് എനിക്കും ഓർമ്മയില്ലാത്തത്. എന്നോടൊന്നും ചോദിച്ചതായിട്ടും ഞാനൊന്നും കൊടുത്തതായിട്ടും എനിക്ക് ഓർമ്മയില്ല. അപ്പം നീ സുധീഷിനോട് ചോദിച്ചില്ലേന്ന് ചോദിക്കുമ്പോൾ സുധീഷ് കൊടുത്തു എന്നാണ് പറഞ്ഞത്. പിന്നെ എങ്ങനെ എന്നോട് മാത്രം അവർ ചോദിക്കാതിരിക്കുക? അപ്പോൾ സുഭാഷ് ഏട്ടൻ പറയുന്നുണ്ട്, വീട്ടിലൊക്കെ അറിഞ്ഞ് വലിയ പ്രശ്നമാവണ്ടെന്ന് വിചാരിച്ചിട്ടായിരിക്കും തന്നോട് ചോദിക്കാതിരുന്നതെന്ന് പറയുമ്പോൾ, അങ്ങനെയാകുമ്പോൾ കൂടുതൽ പ്രശ്നമാവുമല്ലേന്ന് നമ്മളെ നിധി പറയാണ്. എന്നിട്ടും നിധി ഇങ്ങനെ തല പുകച്ചാലോചിക്കുന്നുണ്ട്. പിന്നെ തനിക്ക് മാത്രം പ്രൂഫില്ലാതെ എങ്ങനെ വിവാഹം രജിസ്റ്റേർഡ് ആയതെന്ന് ആലോചിച്ചിട്ട് നിധിക്ക് ഒരു പിടിയും കിട്ടുന്നില്ല. നിധി ഇപ്പൊ എന്തിനാ ഇതൊക്കെ ആലോചിക്കുന്നത് എന്ന് നമ്മൾ സുഭാഷ് ഏട്ടൻ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിധി പറയുന്നത്, ഒന്നുമില്ല, വെറുതെ ആലോചിച്ചതാന്നാ പറയുന്നത്. നിധി ഡിവോഴ്സിന്റെ കാര്യങ്ങളൊന്നും പറയുന്നില്ല, അവിടെ സത്യങ്ങളൊന്നും അവൾ തുറന്നു പറയുന്നില്ല. എന്താ കാരണം എന്നൊന്നും നമുക്കറിയില്ല. അപ്പോൾ എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം. ID പ്രൂഫ് ഇല്ലാതെ നിധിയുടെ വിവാഹം എങ്ങനെ നമ്മുടെ പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റേർഡ് ആയി? ഇനി ആധാർ കാർഡിന്റെ കോപ്പി വല്ലതും കിട്ടുമോ? പുതിയ ആധാർ അപ്ലൈ ചെയ്യാൻ പറ്റുമോ? ഡിവോഴ്സ് നടക്കുമോ ഇല്ലയെന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം. എന്തായാലും ഡിവോഴ്സ് നടക്കരുത് എന്നാണ് എൻ്റെയും ആഗ്രഹം. അവർ ആ വീട്ടിൽ നമ്മളെ നിധി എന്തായാലും സെറ്റായി പോകും. കാരണം ആ വീടിനുമായിട്ട് അവൾക്ക് അത്രമാത്രം അറ്റാച്ച്മെൻറ്റ് ഉണ്ടെന്നാണ് നമുക്ക് തോന്നുന്നത്. അപ്പോൾ എന്തായാലും നോക്കാം എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നതെന്ന്. അപ്പോൾ ആരെങ്കിലും എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇതുപോലുള്ള റിവ്യൂസിനായിട്ട് എൻ്റെ ചാനൽ ഫോളോ ചെയ്യുക. ബൈ.